തിരിച്ച് അഞ്ജന മാഡത്തിലേക്ക് വരുമ്പോൾ ഒരു അഭിഭാഷക കൂടിയായ താങ്കൾ എപ്പോഴെങ്കിലും ഇത് നമ്മൾ പൊതുവിൽ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ചില റൈറ്റുകളുണ്ടല്ലോ, റൈറ്റ് ടു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ റൈറ്റ് ടു ഹെൽത്ത് അല്ലെങ്കിൽ ബേസിക് ഹ്യൂമൻ റൈറ്റ്സ് എന്ന രീതിയിലുള്ള പല പ്രയോഗങ്ങളും നമ്മൾ ഉണ്ട്, നിയമ വ്യവസ്ഥയിലുണ്ട്, നമ്മൾ സോഷ്യലി വളരെയധികം ഡിസ്കസ് ചെയ്യുന്ന ഒന്നാണ്. ഇത്തരത്തിൽ വിശ്വാസങ്ങൾ എപ്പോഴെങ്കിലും സ്ത്രീകളുടെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ, ജ്ഞാനം, അറിവ് ഇത് നേടിയെടുക്കാനുള്ള അവകാശങ്ങളെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നതായി തോന്നിയിട്ടുണ്ടോ? ഞാൻ ഒരിക്കലും ഇത് ഹിന്ദു മതത്തിൽ മാത്രം റെസ്ട്രിക്റ്റഡ് ആയിട്ട് പറയുന്നല്ലേ, ഇപ്പം നമ്മൾ മലാല യൂസഫായി പോലെയുള്ള മറ്റു മതങ്ങളിലുള്ളവരെയും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ജനറലി ഒബ്സർവ് ചെയ്തിട്ടുള്ള ഒരു കാര്യം അല്ല, അത് പുരാതന കാലത്തേക്ക് നോക്കിയാൽ എനിക്ക് തോന്നുന്നത്, നമ്മൾ ഇപ്പോൾ ഗാർഗി, മൈത്രേയി തുടങ്ങിയ ആൾക്കാരെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം എന്തുകൊണ്ട് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചു? അപ്പോൾ അതിനൊരു കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ വൈദേശികമായിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടായപ്പോൾ ഈ നാട്ടിലെ സ്ത്രീകളെ സംരക്ഷിക്കണം എന്നുള്ളൊരു ഉത്തരവാദിത്വ സമൂഹം ഏറ്റെടുത്തു. അപ്പോൾ ആ സമയത്ത് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള അനുമതി സ്ത്രീക്ക് നിഷേധിക്കപ്പെട്ടു. അപ്പോൾ സ്ത്രീയെ സംരക്ഷിക്കണം, അപ്പോൾ സ്ത്രീയെ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അവൾക്ക് റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്തണം എന്നുള്ള ഒരു തലത്തിലേക്ക് സമൂഹം എത്തി. അപ്പോൾ ഈ സ്ത്രീയിലൂടെയാണ് തലമുറയുടെ കരുത്ത് അടുത്ത തലമുറയിലേക്ക് പോകേണ്ടത്, അല്ലെങ്കിൽ അവിടെ ഒരു കളങ്കം സ്ത്രീക്ക് ഉണ്ടാകരുത് എന്നുള്ള ഒരു ധാരണയുടെ പുറത്തായിരിക്കാം ഒരു പക്ഷേ പലതരത്തിലുള്ള വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സ്ത്രീകൾക്ക് നിയന്ത്രണങ്ങൾ വന്നത്. ആ നിയന്ത്രണം കാലക്രമേണ ഒരു വലിയ ആചാരമായിട്ട്, ഇപ്പോൾ സതി തന്നെ നമുക്കറിയാം എന്തുകൊണ്ട് സതി അനുഷ്ഠിക്കേണ്ടി വന്നു. മുഗളന്മാരുടെ പിടിയിൽ അകപ്പെടാതെ ഭാരത സ്ത്രീക്ക് അവളുടെ ഭാവശുദ്ധി കാത്തു സൂക്ഷിക്കേണ്ടി വന്ന സാഹചര്യമാണ് അതിലേക്ക് നയിച്ചത്. കാരണം എൻ്റെ ഭർത്താവ് നഷ്ടപ്പെട്ടാൽ, അല്ലെങ്കിൽ എന്നെ സംരക്ഷിക്കാൻ ആരുമില്ലാതെയായാൽ, എൻ്റെ ചാരിത്രത്തിന് ഭംഗം സംഭവിക്കാതെ ഇരിക്കണം എന്നൊരു സ്ത്രീ ആഗ്രഹിച്ചിട്ട് തന്നെയാണ് അങ്ങനെ ഒരു ആചാരം ഈ സമൂഹത്തിൽ. പക്ഷേ വിദ്യാഭ്യാസം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലൊരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ സ്ത്രീ സ്വയം പര്യാപ്തയാകുമായിരുന്നില്ല എന്നുള്ളൊരു ചോദ്യമല്ലേ നമുക്ക് ചിന്തിക്കാനുള്ളത്. സ്ത്രീയുടെ അവൾക്ക് അവളുടേതായിട്ടുള്ള സ്ട്രെങ്ത് എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട്, ഫിസിക്കൽ സ്ട്രെങ്തും കൂടിയുണ്ട്. അപ്പോൾ ശാരീരികമായിട്ട് പലപ്പോഴും സ്ത്രീക്ക് അവളെ സംരക്ഷിക്കാൻ കഴിയാതെ വരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ഒന്ന് സതി എന്തുകൊണ്ടുണ്ടായി എന്ന് ചോദിച്ചാൽ ഈ ഒരു കാഴ്ചപ്പാടായിരുന്നു. പക്ഷെ പിന്നീട് അതൊരു ആചാരമായി. അപ്പോൾ ആ സമയത്ത് അതിനെതിരെ നമുക്ക് തന്നെ അതിനെതിരെ പ്രതികരിക്കേണ്ടി വന്നു. അപ്പോൾ അതുപോലെ വിദ്യാഭ്യാസത്തിലായാലും എന്തിലെങ്കിലുമൊക്കെ ചില തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ആദ്യകാലത്തുണ്ടായിരുന്നതിൽ നിന്ന് പിന്നീട് സ്ത്രീക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ശരി തന്നെയാണ്, കാരണം വിദ്യാഭ്യാസം നിഷേധിച്ചിട്ടുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും. പക്ഷേ ലോകത്തിനെ കുറിച്ചൊക്കെ മറ്റ് ലോകരാഷ്ട്രങ്ങളുമായിട്ടൊക്കെ നോക്കുമ്പോൾ അവിടെ സ്ത്രീ, നമ്മൾ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് സ്ത്രീ ഇറങ്ങി വരുന്നു, ഒരു വലിയ സ്ത്രീ മുന്നേറ്റം ഉണ്ടാകുന്നു. അങ്ങനെയൊക്കെ സ്ത്രീക്ക് ഒരു വലിയ അളവ് വരെ പ്രവർത്തിക്കാനുള്ള അവസരം നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പം വനിതാ സംവരണ ബില്ല് വരെ പലതവണ ചർച്ചയ്ക്ക് എടുക്കുന്നു, മാറ്റിവെക്കുന്നു, വരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവഗണന, അല്ലെങ്കിൽ അത്തരത്തിൽ മുന്നിലേക്ക് സ്ത്രീ വരുന്നതിന് ആരാണ് തടസ്സം? എല്ലാവരും തടസ്സമാണ്. രാഷ്ട്രീയ പാർട്ടികളായാലും എല്ലാവരും അതിൽ തടസ്സമാണ്. അപ്പോൾ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ സ്ത്രീ ഇന്നും അഭിമുഖീകരിക്കുന്നുണ്ട്, അത് വസ്തുതയാണ്. പല ഹിന്ദു ടെക്സ്റ്റുകളിലും സ്ത്രീക്ക് ആവശ്യമുള്ളത് എന്താണ് എന്ന്, സ്ത്രീക്ക് വിദ്യാഭ്യാസം വേണോ? മനുസ്മൃതി പ്രകാരം 2 ഫിംഗർ കോൺഷ്യസ്നെസ് മതി സ്ത്രീക്ക്. 2 വിരലുകൾ, അതായത് ഒരു അരിമണി, ഒരു വേവുന്ന കലത്തിൽ നിന്ന് ഒരു ചെറിയ വറ്റ് പുറത്തോട്ടിട്ടിട്ട് ആ വറ്റെടുത്ത് 2 വിരലിൻ്റെ ഇടയിൽ വെന്തോ എന്നറിയാൻ വേണ്ട കോൺഷ്യസ്നെസ് മാത്രമേ സ്ത്രീക്ക് വേണ്ടൂ എന്നാണ് ആധികാരികമായ പല ഹിന്ദു ഗ്രന്ഥങ്ങളും സ്ഥാപിച്ചിട്ടുള്ളത്. രണ്ടാമത് പറഞ്ഞത്, ഇപ്പം ഈ ഗാർഗിയുടെ മൈത്രി പോട്ടെ, അതെല്ലാം കഴിഞ്ഞു. ഇപ്പം എന്തായാലും ഹിന്ദു രാഷ്ട്രമാണ്, ഹിന്ദു ഭൂരിപക്ഷമുള്ള രാഷ്ട്രമായിട്ടാണ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയത്. പിന്നീട് ഇപ്പോൾ ധന്യമൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഇവിടെ ഉന്നത ജാതിക്കാരുടെ പിടിക്ക് യാതൊരു ആയവൊക്കെ വളരെ കുറവേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഇനി എന്താ പേടിക്കാനുള്ളത്? ഇപ്പം ഞാൻ ആലോചിക്കുകയായിരുന്നു, ഈ ഗാർഗി മൈത്രി ഈ കഥ പറയുന്നവരാരും ഈ ശബരിമല തന്ത്രി ഓർക്കുന്നുണ്ടല്ലോ, കുറച്ചു കാലം മുമ്പ് ഒരു സെക്സ് സ്കാൻഡൽ ഉണ്ടായിരുന്നു ഈ കുടുംബത്തിൻ്റെ അകത്ത്. അന്ന് ഈ തന്ത്രി ആരായിട്ട് തന്ത്രിയെ നിയമിക്കും എന്നൊക്കെയുള്ള ചർച്ചയിൽ അദ്ദേഹത്തിന് പെൺമക്കളുണ്ട്. കേരളത്തിൽ തന്ത്രം പഠിച്ച സ്ത്രീകളെ നമുക്കറിയാം. പെൺമക്കളെ ആരെങ്കിലും തന്ത്രിയായിട്ട് നിയമിക്കൂ? ഗാർഗിയുടെ മൈത്രിയുടെ കഥ പറയുന്നവരല്ലേ. ആ വിഷയത്തിലേക്ക് നമുക്ക് മടങ്ങി വരേണ്ടതുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു എലമെന്റ് എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിന് അല്ലെങ്കിൽ അറിവ് നേടാനായിട്ട്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ, അത് പുതിയ കാലഘട്ടത്തിൽ സെഞ്ചുറിയിൽ നിന്നുകൊണ്ട് വളരെ ഫ്രൈറ്റനിങ് ആണത്. ഇപ്പം തന്നെ കേരളത്തിൽ, ഇപ്പം നമ്മൾ ഇന്ത്യയിൽ തന്നെ ഇപ്പം സൗത്ത് ഏഷ്യ എന്ന് പറയുന്ന ലോകത്തിൽ തന്നെ നോക്കിയാൽ സ്ത്രീ വിദ്യാഭ്യാസത്തിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു സ്ഥലങ്ങളിൽ ഒന്നാണ്
ബ്രാഹ്മണ്യത്തിൻ്റെ പിടി എവിടെയൊക്കെ അയഞ്ഞിട്ടുണ്ടോ അവിടെയൊക്കെ സ്ത്രീ വിദ്യാഭ്യാസം ഉണ്ടായിട്ടുണ്ടുള്ളതിന് ഒരു സംശയവുമില്ല. അത് കേരളം മാത്രമല്ല, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ തന്നെയും എവിടെയൊക്കെയാണ് സ്ത്രീ മുന്നേറ്റവും സ്ത്രീ വിദ്യാഭ്യാസവും വർദ്ധിച്ചിട്ടുള്ളത് നിങ്ങൾ നോക്കിയാൽ അറിയാം. എവിടെയൊക്കെയാണോ ബ്രാഹ്മണ്യം പിടിവിട്ടത് അവിടെ. യു പി ഒക്കെ വളരെ സ്വർഗ്ഗലോകങ്ങളാണല്ലോ. ഹരിയാന, യു പി ഒക്കെ നമ്മുടെ ഹിന്ദു സംസ്കാരത്തിൻ്റെ ഹൃദയമാണല്ലോ. അവിടുത്തെ സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെ കഥയൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. ഹരിയാനയിൽ സ്കൂളിൽ പോകുന്ന പെൺകുട്ടികൾക്ക് എന്താണ് ഇപ്പോൾ അടുത്ത കാലത്ത് മാധ്യമങ്ങളിലെല്ലാം റിപ്പോർട്ട് ചെയ്ത കാര്യം അറിയാമല്ലോ. ഹരിയാനയിൽ ദലിത് പെൺകുട്ടികൾ വിദ്യാഭ്യാസത്തിന് പോകുന്നവരെ എന്താണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഈ പറഞ്ഞ അത് ആരാണ് ചെയ്യുന്നതെന്നും ഉന്നത ജാതിക്കാരായ പുരുഷന്മാരാണ് ആ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന പോലെ സ്ത്രീ വിദ്യാഭ്യാസത്തിന് പിന്നെ മതം ഒരു തടസ്സമാകണോ എന്ന് ചോദിച്ചാൽ തടസ്സമാണ് ഇന്നത്തെ സാഹചര്യത്തിൽ. പക്ഷേ അതാവണം എന്നൊന്നുമില്ല, തീരെ ആവണം എന്നൊന്നുമില്ല. ഈ ബ്രാഹ്മണ പിടി അയയാമോ അന്ന് മാറ്റങ്ങളുണ്ടാവും.